Hello everyone, welcome back to Crack It with NCRT. So again നമ്മൾ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനിലേക്കാണ്. NCRT എക്സാമ്പിൾ 6.2 നമുക്കത് വായിച്ചു നോക്കാം. A square loop of side 10 cm and resistance 0.5 ohm is placed vertically in the east-west plane. A uniform magnetic field of 0.1 Tesla is set up across the plane in the northeast direction. The magnetic field is decreased to 0 in 0.70 seconds. At a steady rate, determine the magnitude of induced EMF and current during the time interval. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? സോ ഇതൊരു സ്ക്വയർ ലൂപ്പാണ്, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. സോ ഇവിടെ നിൽക്കുന്ന ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഏരിയ വെക്റ്റർ. അപ്പോൾ നിങ്ങൾക്കറിയാം ഏരിയ വെക്റ്റർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് പ്ലെയിൻ. സോ ഈ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഫോർ മീ, ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്ന സമയത്ത് ഇത് ഈസ്റ്റ് ഡയറക്ഷൻ, ഇത് വെസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിനിലേക്ക് ഞാനൊരു സ്ക്വയർ ലൂപ്പ് കൊണ്ടുവെക്കുക ചെയ്യാം. സോ അതിൻ്റെ ഏരിയ വെക്റ്റർ എങ്ങോട്ടേക്കായിരിക്കും? നിങ്ങൾക്ക് നേരെ ആയിരിക്കും ഏരിയ വെക്റ്റർ. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് എന്ത് വരുന്നത്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. നോർത്തിനും ഇവിടേക്കാണ് നോർത്ത്, ഇവിടേക്കാണ് ഈസ്റ്റ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോർത്തും ഈസ്റ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. ആം റൈറ്റ്? അപ്പോൾ ഏരിയ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഏരിയ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. സോ ഏരിയ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇനീഷ്യൽ ഫ്ലക്സ് എന്നുള്ള ലോജിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ഇനീഷ്യൽ ഫ്ലക്സ്. സോ ഇവിടെ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആയതുകൊണ്ട് ബി എ കോസ് തീറ്റയാണ് നമ്മുടെ ഇനീഷ്യൽ ഫ്ലക്സ്. അപ്പോൾ ബി എ കോസ് 45 എന്ന് വരും. വാട്ട്സ് വാല്യൂ ഓഫ് കോസ് 45? കോസ് 45 1/√2 അല്ലടാ. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0.1 ആണ്. ഏരിയ 10 സെൻറ്റിമീറ്റർ ആണ്. സൈഡ് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എടുക്കണം. പക്ഷേ 10 × 10⁻², എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കണം, കാരണം സൈഡിൻ്റെ സ്ക്വയർ ആണ്. കോസ് 45യുടെ വാല്യൂ 1/√2 ആണ്. സോ നമുക്കിത് ഭംഗിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1, 10 × 10⁻², ദാറ്റ് വിൽ ഗിവ് 10⁻⁻1. അതിലെ സ്ക്വയർ എടുത്താൽ 10⁻², ഡിവൈഡ് ബൈ √2. ഒന്നുകൂടി ഭംഗിയാക്കാം, 10⁻³ ഡിവൈഡ് ബൈ √2. ഇതാണ് ഇനീഷ്യൽ ഫ്ലക്സ്. 0.7 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഫ്ലക്സ് 0 ആയി എന്നല്ലേ പറയുന്നത്. സോ φ2ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് കിട്ടി? ഇൻഡ്യൂസ്ഡ് EMF is equal to -Δφ ഡിവൈഡ് ബൈ Δt. വേറെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF is equal to, അതായത് 0 മൈനസ് ഓഫ് മൈനസ് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 10⁻³ ഡിവൈഡ് ബൈ √2 ഇൻറ്റു Δtയുടെ വാല്യൂ 0.7 ആണ്. എടാ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, 1/√2യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.707 ആണ്. ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 0.7. 0.7ഉം 0.7 ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് 10⁻³ വോൾട്ട് ഓർ 1 മില്ലി വോൾട്ട് എനിക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ? ചോദ്യം കഴിഞ്ഞിട്ടില്ല. അവിടെ പറയുന്നുണ്ട് കറണ്ടും കൂടി കണ്ടുപിടിക്കാൻ. വാട്ട് ഈസ് കറണ്ട്? I is equal to E/R. ഇൻഡ്യൂസ്ഡ് EMF 1 മില്ലി വോൾട്ട് ആണ്. സോ മില്ലിയെ നമുക്ക് ഇൻറ്റു 10⁻³ എഴുതാം. റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 0.5 ഓം ആണ്. So 1 divided by 0.1 2 into 10⁻³ ആംപിയർ ആയിരിക്കും. Where we can write 2 milliampere. So this is the idea. സോ മക്കളെ ഇതേ ചോദ്യങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സോ ഇതേ കോൺസെപ്റ്റുള്ള സെയിം മോഡൽ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഇതാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ ട്രൈ ചെയ്യുക, കമൻറ്റിൽ ആൻസർ അറിയിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.